ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഓക്സിഡേഷൻ നമ്പറിനെ അടിസ്ഥാനമാക്കി ഓക്സിഡൈസിങ് ഏജൻറ്റ്, റെഡ്യൂസിങ് ഏജൻറ്റ് എന്നിവ ഡിഫൈൻ ചെയ്യാനും പഠിച്ചു. നമുക്കൊരു റിയാക്ഷൻ നൽകിയാൽ അതിലെ ഓക്സിഡൈസിങ് ഏജൻറ്റിനെയും റെഡ്യൂസിങ് ഏജൻറ്റിനെയും എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, അതുമായി ബന്ധപ്പെട്ട ഏതാനും പ്രോബ്ലംസ് നമുക്ക് ശ്രദ്ധിക്കാം. ഐഡന്റിഫൈ ദ സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ്, റെഡ്യൂസ്ഡ്, ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻസ്. താഴെ നൽകിയിരിക്കുന്ന റിയാക്ഷൻസിൽ ഏത് സബ്സ്റ്റൻസ് ആണ് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നത്, ഏതാണ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നത്, ഓക്സിഡൈസിങ് ഏജൻറ്റ്, റെഡ്യൂസിങ് ഏജൻറ്റ് ഇവ ഏതാണെന്ന് കണ്ടെത്തുക. ഇത് എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിങ്ങനെയൊരു റിയാക്ഷൻ നൽകിയാൽ ആ റിയാക്ഷൻ നമ്മൾ എഴുതിയതിന് ശേഷം ആ റിയാക്ഷനിൽ ഉൾപ്പെടുന്ന ഓരോ ആറ്റത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ കറക്റ്റായി എഴുതുകയാണ് വേണ്ടത്. ഓക്സിഡേഷൻ നമ്പർ കറക്റ്റായി എഴുതിയാൽ നമുക്ക് 1 മാർക്ക് ലഭിക്കും. നമുക്ക് ഒന്നാമത്തെ ഉദാഹരണം പരിഗണിക്കാം. H2S plus Cl2 gives 2HCl plus S. ഓരോ ആറ്റത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ നമുക്ക് എഴുതാം. H പോസിറ്റീവ് 1 ആണ്. സൾഫർ 2 × പോസിറ്റീവ് എന്ന് പോസിറ്റീവ് 2, therefore സൾഫർ നെഗറ്റീവ് 2 ആയിരിക്കും. ക്ലോറിൻ എലമെൻ്റൽ ഫോമിലാണ്, അതിനാൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. H പോസിറ്റീവ് 1, Cl നെഗറ്റീവ് 1, സൾഫർ എലമെൻ്റൽ ഫോമിലാണ് 0. ഇവിടെ ഓക്സിഡേഷൻ നമ്പറിൽ മാറ്റമുണ്ട്. ആ ഓക്സിഡേഷൻ നമ്പറിൽ മാറ്റം വന്ന ആ സ്പീഷീസിനെ പരസ്പരം കണക്ട് ചെയ്ത് വരയ്ക്കുക. എച്ചിൻ്റെ ഓക്സിഡേഷൻ നമ്പറിന് മാറ്റമില്ല. സൾഫർ നെഗറ്റീവ് 2 ആയിരുന്നു, അത് 0 ആയി ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും H2S ഈസ് ഓക്സിഡൈസ്ഡ് ടു സൾഫർ. നമുക്കത് ആ പ്രോസസ്സ് ഓക്സിഡേഷൻ എന്ന് എഴുതാം. H2S സൾഫറായി ഓക്സിഡൈസ് ചെയ്തു. ക്ലോറിൻ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരുന്നു, അത് നെഗറ്റീവ് 1 ആയി കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ. സോ ഇവിടെ ക്ലോറിന് റിഡക്ഷൻ സംഭവിക്കുകയാണ് ചെയ്തത്. ക്ലോറിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിച്ചത് H2S ആണ്. ആ H2Sന് ഓക്സിഡേഷൻ സംഭവിച്ചു. അതിനാൽ ഈ ഉദാഹരണത്തിൽ H2S ആണ് റെഡ്യൂസിങ് ഏജൻ്റായി ആക്ട് ചെയ്യുന്നത്. H2Sനെ ഓക്സിഡൈസ് ചെയ്യാൻ സഹായിച്ചത് ക്ലോറിനാണ്. ക്ലോറിന് റിഡക്ഷനാണ് നടന്നത്. ആർക്കാണോ റിഡക്ഷൻ നടക്കുന്നത് ആ ആളായിരിക്കും ഓക്സിഡൈസിങ് ഏജൻറ്റ്. സോ ക്ലോറിൻ ഇവിടെ ഓക്സിഡൈസിങ് ഏജൻ്റാണ്. രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. MnO2 plus 4HCl gives MnCl2 plus Cl2 plus 2H2O. ഓക്സിഡേഷൻ നമ്പർ കറക്റ്റായി എഴുതണം. ഓക്സിജൻ നെഗറ്റീവ് 2 ആണ്. 2 × നെഗറ്റീവ് 2 നെഗറ്റീവ് 4, therefore മാംഗനീസ് പോസിറ്റീവ് 4 ആണ്. H പോസിറ്റീവ് 1, therefore Cl നെഗറ്റീവ് 1. ഇവിടെ Cl നെഗറ്റീവ് 1 ആണ്, therefore മാംഗനീസ് 2 × നെഗറ്റീവ് 1 നെഗറ്റീവ് 2 ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ പോസിറ്റീവ് 2 ആയിരിക്കണം. Cl ഇവിടെ എലമെൻ്റൽ ഫോമിലാണ്, സോ 0. H പോസിറ്റീവ് 1, ഓക്സിജൻ നെഗറ്റീവ് 2. ഓക്സിഡേഷൻ നമ്പറിൽ മാറ്റം വന്നത് കണക്ട് ചെയ്ത് വരയ്ക്കുക. മാംഗനീസ് പോസിറ്റീവ് 4 ആയിരുന്നു, അത് പോസിറ്റീവ് 2 ആയി കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ് റിഡക്ഷൻ ആണ്. ഇവിടെ MnO2വിന് റിഡക്ഷൻ നടന്ന് അത് MnCl2 ആയി മാറുന്നു. അല്ലെങ്കിൽ Mn4 പോസിറ്റീവ് റിഡക്ഷന് വിധേയമായി Mn2 പോസിറ്റീവായി മാറുന്നു. Cl നെഗറ്റീവ് 1 ആയിരുന്നു. ആ Cl ഇവിടെ നെഗറ്റീവ് 1 അതല്ല, ഈ Cl 0 ആണ്.
അത് കണക്ട് ചെയ്ത് വരയ്ക്കുക. -1 ആയിരുന്നത് 0 ആയി ഇൻക്രീസ് ചെയ്തു. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രോസസ്സ് ഓക്സിഡേഷൻ ആണ്. സോ HCl ഇവിടെ ഓക്സിഡേഷൻ ആണ് സംഭവിച്ചത്. HCl ഓക്സിഡേഷൻ സംഭവിച്ചതിനാൽ HCl റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇവിടെ HCl റിഡക്റ്റന്റ് ആയി ആക്ട് ചെയ്യുന്നു. മാംഗനീസ് ഡയോക്സൈഡിന് റിഡക്ഷൻ സംഭവിക്കുന്നു. അതിനാൽ മാംഗനീസ് ഡയോക്സൈഡ് ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റായി ആണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഇക്വേഷൻ നൽകിയാൽ അവിടെ ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും ഗസ് ചെയ്തും കണ്ടെത്താൻ പറ്റും. പക്ഷെ എല്ലായ്പ്പോഴും ശരിയായിരിക്കണമെന്നില്ല. ഏതാണോ ഓക്സിജൻ റിച്ചായി ഉള്ള എലമെന്റ് അഥവാ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് റിച്ചായി ഉള്ള എലമെന്റ് അത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. ഈ ഉദാഹരണത്തിൽ MnO2 ഓക്സിജൻ റിച്ചായി ഉള്ളത്. അതിനാൽ MnO2 ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതേസമയം ഹൈഡ്രജൻ റിച്ചായി ഉള്ളത് HCl അത് റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. അടുത്ത ഉദാഹരണം നോക്കാം. H2S പ്ലസ് HNO3 gives NO പ്ലസ് H2O പ്ലസ് S. H പോസിറ്റീവ് 1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സൾഫർ therefore 2 into +1 +2 therefore -2. H പോസിറ്റീവ് 1 O -2 3 into -2 -6 പ്ലസ് +1 therefore -5 എന്ന് വരും. ബാലൻസ് ചെയ്യണമെങ്കിൽ നൈട്രജൻ ഇവിടെ പോസിറ്റീവ് 5 ആയിരിക്കും. ഓക്സിജൻ -2 ആണ്. അതിനാൽ നൈട്രജൻ പോസിറ്റീവ് 2. H പോസിറ്റീവ് 1 ഓക്സിജൻ -2 സൾഫർ എലമെന്റൽ ഫോമിലായതുകൊണ്ട് 0. ഓക്സിഡേഷൻ നമ്പറിൽ വന്ന മാറ്റം സൾഫർ -2 ആയിരുന്നു. അത് 0 ആയി ഇൻക്രീസ് ചെയ്തു. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രോസസ് ഓക്സിഡേഷൻ ആണ്. സോ ഇവിടെ H2S ഓക്സിഡേഷൻ സംഭവിക്കുകയാണ് ചെയ്തത്. H2S ഓക്സിഡേഷൻ സംഭവിച്ച് സൾഫറായി മാറുന്നു. ഇവിടെ നൈട്രജൻ പോസിറ്റീവ് 5 ആയിരുന്നു. അത് പോസിറ്റീവ് 2 ആയി കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ് റിഡക്ഷൻ ആണ്. ഇവിടെ H2S ഓക്സിഡേഷൻ സംഭവിച്ചു. അതിനാൽ H2S റെഡ്യൂസിങ് ഏജന്റ് ആണ്. HNO3 റിഡക്ഷൻ ആണ് സംഭവിച്ചത്. അതിനാൽ HNO3 ഓക്സിഡൈസിങ് ഏജന്റായി ആക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രോബ്ലം Pb പ്ലസ് PbO2 പ്ലസ് 2H2SO4 gives 2PbSO4 പ്ലസ് 2H2O. ഇത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. Pb എലമെന്റൽ ഫോമിലാണ്. സോ 0 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിജൻ -2 ആണ്. 2 into -2 -4 therefore Pb പോസിറ്റീവ് 4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. H പോസിറ്റീവ് 1 O -2 4 into -2 -8 പ്ലസ് പോസിറ്റീവ് 2 സോ -6 therefore സൾഫർ പോസിറ്റീവ് 6. ഇവിടെ ലെഡ് സൾഫേറ്റ് കണക്കാക്കുന്നതിനായി നമുക്കറിയാം സൾഫേറ്റ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് വരുന്ന ഒരു അയോണാണ്. സോ സൾഫേറ്റിന്റെ വാലൻസി SO4 നെഗറ്റീവ് ആണ്. സോ സൾഫേറ്റിൻ്റെത് -2 ആയതുകൊണ്ട് ലെഡ് പോസിറ്റീവ് 2 ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദെൻ സൾഫേറ്റ് നമുക്ക് അറിയാം ഓക്സിജൻ -2 സൾഫർ പോസിറ്റീവ് 6 H പോസിറ്റീവ് 1 ഓക്സിജൻ -2. ഓക്സിഡേഷൻ നമ്പറിൽ വന്ന മാറ്റം ശ്രദ്ധിക്കുക. Pb ഓക്സിഡേഷൻ നമ്പർ 0 ആയിരുന്നു. അത് പോസിറ്റീവ് 2 ആയി ഇൻക്രീസ് ചെയ്തു. സോ ഇവിടെ ഓക്സിഡേഷൻ ആണ് ലെഡിന് സംഭവിക്കുന്നത്. Pb 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നും പോസിറ്റീവ് 2 ആയി ഇൻക്രീസ് ചെയ്യുന്നു. അതിനാൽ ലെഡിന് ഓക്സിഡേഷൻ സംഭവിച്ചു. അതിനാൽ
ലെഡ് ഇവിടെ റെഡ്യൂസിങ് ഏജന്റായി ആക്ട് ചെയ്യുന്നു. ലെഡ് ഡയോക്സൈഡിലെ Pb +4 ആയിരുന്നു, അത് +4 ആയിരുന്നു, അത് +2 ആയി കുറയുന്നു. ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണ്. ആ പ്രോസസ്സിനെ റിഡക്ഷൻ എന്നാണ് വിളിക്കുന്നത്. സോ ലെഡ് ഡയോക്സൈഡ് ലെഡ് സൾഫേറ്റായി റെഡ്യൂസ് ചെയ്യുന്നു. അതിനാൽ ലെഡ് ഡയോക്സൈഡ് ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്സിഡേഷൻ നമ്പറിൽ മാറ്റം വരുന്ന റിയാക്ഷൻസ് ആണ് റിഡോക്സ് റിയാക്ഷൻസ്. വിവിധ തരം റിഡോക്സ് റിയാക്ഷൻസ് ഏതെല്ലാമാണ് നമുക്ക് പരിശോധിക്കാം. ഒരു ഉദാഹരണം പരിഗണിക്കുക. C+O2 ഗീവ്സ് CO2. ഇവിടെ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നു. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. നമുക്ക് പരിശോധിക്കാം. കാർബൺ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, ഓക്സിജൻ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. CO2 ഓക്സിജൻ -2 ആണ്, ഒരു കോമ്പൗണ്ട് ആയതുകൊണ്ട് കാർബൺ 2 × -2 -4, therefore കാർബൺ +4 ആണ്. ഇവിടെ ഓക്സിഡേഷൻ നമ്പറിൽ മാറ്റം ഉണ്ട്, അതിനാൽ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇവിടെ 2 എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഒരു കോമ്പൗണ്ട് കിട്ടുന്നു. ഇങ്ങനെ എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഒരു കോമ്പൗണ്ട് കിട്ടുന്ന തരം റിയാക്ഷനെ കോമ്പിനേഷൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ജനറൽ ഫോർമുല എന്നത് A+B ഗീവ്സ് C ആണ്. 2 അതിലേറെയോ എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഒരു കോമ്പൗണ്ട് കിട്ടുന്നു. ഇനി കമ്പൈൻ ചെയ്യുന്ന എല്ലാം എലമെന്റ്സ് ആകണം നിർബന്ധമില്ല, ഒരെണ്ണമെങ്കിലും എലമെന്റൽ ഫോമിൽ ആയാലും മതിയാകും. നമ്മളൊരു റിയാക്ഷൻ തന്നിരുന്നാൽ അത് കോമ്പിനേഷൻ ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. വേറൊരു ഉദാഹരണം നമുക്ക് നോക്കാം. 2H2O ഗീവ്സ് 2H2 + O2. ഓക്സിഡേഷൻ നമ്പർ എഴുതാം. ഓക്സിജൻ -2, H +1 ആണ്. ഇവിടെ H എലമെന്റൽ ഫോമിലായതുകൊണ്ട് 0, ഓക്സിജൻ 0. ഇവിടെ ഒരു കോമ്പൗണ്ട് ഡിക്കമ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ വിഘടിക്കുന്നു. 2 എലമെന്റ്സ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പഠിച്ച കോമ്പിനേഷൻ റിയാക്ഷന്റെ ഏറെക്കുറെ ഓപ്പോസിറ്റ് ആണ്. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഡിക്കമ്പോസ് ചെയ്ത് 2 അതിലേറെയോ എലമെന്റ്സ് കിട്ടുകയാണ് എങ്കിൽ ആ റിയാക്ഷനെ ഡിക്കമ്പോസിഷൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ റിഡോക്സ് റിയാക്ഷൻ, ഡിക്കമ്പോസിഷൻ റിയാക്ഷൻ. വേറൊരു ഉദാഹരണം പരിഗണിക്കാം. പൊട്ടാസ്യം ക്ലോറേറ്റിന്റെ ഡിക്കമ്പോസിഷൻ 2KClO3 ഗീവ്സ് 2KCl + 3O2. ഇവിടെ പൊട്ടാസ്യം ക്ലോറേറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പ്ലോസീവ് ആണ്, വെടിമരുന്നിലും മറ്റും ഉപയോഗിക്കുന്നതാണ്. ഓക്സിജൻ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, K ഫസ്റ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് +1 ആണ്. ക്ലോറിൻ ഇവിടെ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, K +1, Cl therefore -1, ഓക്സിജൻ 0. ഇവിടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പറിൽ മാറ്റമുണ്ട്, ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പറിൽ മാറ്റമുണ്ട്, അതുകൊണ്ട് ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇവിടെയും ഒരു കോമ്പൗണ്ട് ഡിക്കമ്പോസ് ചെയ്യുന്നു, വേറൊരു കോമ്പൗണ്ടും ഒരു എലമെന്റും കിട്ടുന്നു. ഇതും ഡിക്കമ്പോസിഷൻ റിയാക്ഷൻ തന്നെയാണ്. ഇവിടെ ഒരു കോമ്പൗണ്ട് ഡിക്കമ്പോസ് ചെയ്ത് 2 അതിലേറെയോ പ്രോഡക്റ്റ് കിട്ടുന്നു, അതിൽ ഒരെണ്ണമെങ്കിലും എലമെന്റൽ ഫോമിലായിരിക്കും. സോ ഇൻ എ ഡിക്കമ്പോസിഷൻ റിയാക്ഷൻ എ കോമ്പൗണ്ട് ഈസ് ഡിക്കമ്പോസ്ഡ്, അവിടെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് എങ്കിലും എലമെന്റൽ ഫോമിലായിരിക്കണം. നമുക്ക് വേറൊരു ഉദാഹരണം പരിഗണിക്കാം. കാൽസ്യം കാർബണേറ്റിന്റെ ഡിക്കമ്പോസിഷൻ. കാൽസ്യം കാർബണേറ്റ് CaCO3 ആണ്. അത് ഹീറ്റ് ചെയ്താൽ ഡിക്കമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും കിട്ടുന്നു. കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമാണ് കിട്ടുന്നത്. ഓക്സിഡേഷൻ നമ്പർ എഴുതാം. കാൽസ്യം
സെക്കൻഡ് ഗ്രൂപ്പിലെ എലമെൻ്റ് ആണ്, അതുകൊണ്ട് +2. ഓക്സിജൻ -2. ദെയർഫോർ കാർബൺ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. കാൽസ്യം +2, ഓക്സിജൻ -2, ഓക്സിജൻ -2, കാർബൺ +4. ഒരു കോമ്പൗണ്ട് രണ്ടായി ഡിക്കമ്പോസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ കാൽസ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്, പ്രോഡക്റ്റിലും +2 തന്നെ. കാർബൺ +4 ആണ്, പ്രോഡക്റ്റ് സൈഡിലും +4. ഓക്സിജൻ -2 ആണ്, പ്രോഡക്റ്റ് സൈഡിലും -2 തന്നെ. ഇവിടെ ഡിക്കമ്പോസിഷൻ ആണെങ്കിലും ഓക്സിഡേഷൻ നമ്പറിൽ മാറ്റമില്ല. അതിനാൽ ഇതിനെ നമുക്കൊരു റിഡോക്സ് റിയാക്ഷനായി പരിഗണിക്കാൻ സാധിക്കില്ല. എക്സാമിന് ചോദ്യം വരാറുണ്ട്, ജസ്റ്റിഫൈ ദാറ്റ് ദ ഡിക്കമ്പോസിഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. നമ്മൾ ആ റിയാക്ഷൻ എഴുതി ഓരോ ആറ്റത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ എഴുതുക. നമുക്ക് പറയാൻ പറ്റും there is no change in the oxidation number of any species. Therefore, it is not a redox reaction. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് റോഡ് ഡിപ്പ് ചെയ്താൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും കോപ്പറിനെ സിങ്ക് ഡിസ്പ്ലേസ് ചെയ്യും. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. സിങ്ക് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരുന്നു. സൾഫേറ്റിന് -2 ആണ്, therefore കോപ്പർ +2. ഇവിടെ സൾഫേറ്റിന് -2, സോ സിങ്ക് +2, കോപ്പർ 0. ഓക്സിഡേഷൻ നമ്പറിൽ മാറ്റമുണ്ട്. ഇവിടെ ഒരു കോമ്പൗണ്ടിലെ ഒരു ആറ്റത്തെ അഥവാ ഒരു അയോണിനെ വേറൊരു ആറ്റം അല്ലെങ്കിൽ എലമെന്റ് ഡിസ്പ്ലേസ് ചെയ്യുന്നു അഥവാ സ്ഥാനം മാറ്റുന്നു. അതിനാൽ ഇതിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഇൻ എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആൻ ആറ്റം ഓർ ആൻ അയോൺ ഇൻ എ കോമ്പൗണ്ട് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ അനദർ എലമെന്റ്. ഇവിടെ ഒരു മെറ്റലിനെയാണ് ഡിസ്പ്ലേസ് ചെയ്തത്. അതിനാൽ നമ്മൾ ഈ റിയാക്ഷനെ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നുകൂടി പറയുന്നുണ്ട്. ഇത് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. നമ്മളിവിടെ കണ്ടിരുന്നു സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുകയാണ്. അതായത് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരുന്നത് +2 ആയി ഇൻക്രീസ് ചെയ്യുന്നു. അതിനാൽ സിങ്ക് ഇവിടെ റെഡ്യൂസിങ് ഏജന്റ് ആണ്. സോ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ മോർ റിയാക്റ്റീവായ മെറ്റലാണ് റെഡ്യൂസിങ് ഏജന്റായി ആക്ട് ചെയ്യുന്നത്. നമ്മൾ കണ്ടിരുന്നു കോമ്പറ്റേറ്റീവ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷനിൽ മോർ റിയാക്റ്റീവായ മെറ്റലിന് അതിനേക്കാൾ ലെസ് റിയാക്റ്റീവായ മെറ്റലിനെ അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കും. സോ മോർ റിയാക്റ്റീവ് മെറ്റൽ അവിടെ റെഡ്യൂസിങ് ഏജന്റായും ലെസ് റിയാക്റ്റീവായ മെറ്റലിൻ്റെ കോമ്പൗണ്ട് ഓക്സിഡൈസിങ് ഏജന്റായും ആക്ട് ചെയ്യുന്നു. അടുത്ത ഉദാഹരണം പരിഗണിക്കാം. റിയാക്റ്റീവ് മെറ്റലായി സോഡിയം വാട്ടറുമായി റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നു. ഇവിടെ Na 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. H+1, ഓക്സിജൻ -2, Na +1, O -2, H+1, H0. ഇത് ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. H2Oയിലെ Hനെയാണ് സോഡിയം ഇവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അതായത് ഒരു നോൺ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അതിനാൽ ഇത്തരം ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനെ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അതായത് റിയാക്റ്റീവായ മെറ്റൽസ് വാട്ടറിൽ നിന്നും ഹൈഡ്രജൻ ഗ്യാസിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അതല്ലെങ്കിൽ ആസിഡിൽ നിന്നും റിയാക്റ്റീവ് മെറ്റൽസ് ഹൈഡ്രജൻ ഗ്യാസിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അതേപോലെ തന്നെ മോർ റിയാക്റ്റീവായ ഹാലജൻസ് ലെസ് റിയാക്റ്റീവായ ഹാലജൻസിനെ അവയുടെ കോമ്പൗണ്ടിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യും. ഇവിടെ അയഡിനേക്കാൾ മോർ റിയാക്റ്റീവാണ് ക്ലോറിൻ. ക്ലോറിൻ പൊട്ടാസ്യം അയഡൈഡിൽ നിന്നും അയഡിനെ ലിബറേറ്റ് ചെയ്യുന്നു. ഇതും ഒരു നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്.
അടുത്ത റിയാക്ഷൻ നോക്കാം. 2H2O2 gives 2H2O plus O2. ഹൈഡ്രജൻ പെറോക്സൈഡ് ഡിക്കമ്പോസ് ചെയ്ത് വാട്ടറും ഓക്സിജനും കിട്ടുന്നു. നമ്മൾ നോക്കുമ്പോൾ അതൊരു സിമ്പിൾ ഡിക്കമ്പോസിഷൻ റിയാക്ഷൻ ആണ്. എന്നാൽ അങ്ങനെയല്ല. ഓക്സിഡേഷൻ നമ്പർ എഴുതാം. H+1 ആണ്. ഇത് പെറോക്സൈഡ് ആണ്. പെറോക്സൈഡ് ആയതിനാൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. വാട്ടറിൽ H+1, ഓക്സിജൻ -2. ഇത് എലമെന്റൽ ഫോമാണ്. സോ 0. ഓക്സിഡേഷൻ നമ്പറിൽ വന്ന മാറ്റം നമുക്കൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. ഓക്സിജൻ -1 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആയി കുറഞ്ഞു. അതായത് റിഡക്ഷൻ ആണ് സംഭവിച്ചത്. ഓക്സിജൻ -1 ആയിരുന്നു, അത് 0 ആയി ഇൻക്രീസ് ചെയ്തു. അതായത് ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഇവിടെ ഒരു കോമ്പൗണ്ടിലെ സെയിം എലമെന്റിന് തന്നെ റിഡക്ഷനും ഓക്സിഡേഷനും സംഭവിക്കുകയാണ്. അങ്ങനെ ഒരേ എലമെന്റിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുകയാണ് എങ്കിൽ ആ റിയാക്ഷനെ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഇത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ എ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ സെയിം എലമെന്റ് അണ്ടർഗോ ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഒരേ എലമെന്റിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്നു. ഇവിടെ നമ്മൾ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ പരിഗണിക്കുകയാണെങ്കിൽ -1, -2, 0 അങ്ങനെ 3 വ്യത്യസ്ത ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്നുണ്ട്. സോ 3 അതിലേറെയോ ഓക്സിഡേഷൻ നമ്പർ കാണിക്കാൻ സാധ്യതയുള്ള എലമെന്റ് അടങ്ങിയ കോമ്പൗണ്ടാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ കാണിക്കുന്നത്. ഇവിടെ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷന് വിധേയമാകുന്ന ആ സ്പീഷീസിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് മറ്റു 2 ഓക്സിഡേഷൻ നമ്പറിന്റെയും ഇന്റർമീഡിയറ്റ് ആയിരിക്കും. അതായത് -2നും 0യ്ക്കും ഇടയിലുള്ള ഒരു ഓക്സിഡേഷൻ നമ്പറാണ് -1. വേറൊരു ഉദാഹരണം പരിഗണിക്കാം. P4 + 3OH- + 3H2O gives PH3 + 3H2PO2 ഫോസ്ഫറസ് എലമെന്റൽ ഫോമിലാണ് 0, O -2, H+1, H+1, ഓക്സിജൻ -2. H+1 ആണ്. ദെയർഫോർ ഫോസ്ഫറസ് -3 ആണ്. H+1 ആയതുകൊണ്ട് 3 × +1 +3. ദെയർഫോർ -3. H+1, O -2, ഫോസ്ഫറസ് ഇവിടെ +1 ആണ്. അറിയില്ലെങ്കിൽ നമ്മൾ എക്സ് എന്ന് കൊടുത്ത് സോൾവ് ചെയ്ത് തന്നെ കണ്ടെത്തുക. ഇവിടെ ഓക്സിഡേഷൻ നമ്പറിന് മാറ്റം വന്നത് ഓക്സിജനോ ഹൈഡ്രജനോ ഓക്സിഡേഷൻ നമ്പറിൽ മാറ്റമില്ല, ഫോസ്ഫറസിന് മാത്രം. 0 എന്ന ഓക്സിഡേഷൻ നമ്പർ -3 ആയി കുറഞ്ഞു. അതായത് ഫോസ്ഫറസിന് റിഡക്ഷൻ സംഭവിച്ചു. 0 എന്ന ഓക്സിഡേഷൻ നമ്പർ +1 ആയി ഇൻക്രീസ് ചെയ്തു. ഇവിടെ ഫോസ്ഫറസിന് ഓക്സിഡേഷനാണ് സംഭവിച്ചത്. ഈ റിയാക്ഷനിൽ ഫോസ്ഫറസിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്നു. അതിനാൽ ഇതും ഒരു ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. ഡിസ്പ്രൊപ്പോർഷനേഷന് വിധേയമാകുന്ന ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നത് റിമൈനിങ് ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ഇന്റർമീഡിയറ്റ് ആയുള്ള ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സോ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷനിൽ സെയിം എലമെന്റിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്നു. നമ്മൾ അതിനൊരു എക്സാമ്പിൾ ബൈഹാർട്ട് അറിഞ്ഞിരിക്കണം. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡിക്കമ്പോസിഷൻ ആണ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയ എക്സാമ്പിൾ. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരിഗണിക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻസ്. തന്നിരിക്കുന്ന റിഡോക്സ് റിയാക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യുക. ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യുകയാണ് വേണ്ടത്. ഫസ്റ്റ് വൺ 2PbNO3 2 times gives 2PbO + 2NO2 + half O2. ഇവിടെ NO3 അതിന് -1 ആണ്, 2 NO3 ഉണ്ട്. സോ Pb +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇവിടെ PbO O -2, സോ Pb
പോസിറ്റീവ് 2. ഇവിടെ ഓക്സിജൻ ഇറ്റ് ഈസ് നെഗറ്റീവ് 2, N പോസിറ്റീവ് 4 ആണ്. ഓക്സിജൻ 0. ഓക്സിജൻ ഇവിടെ നെഗറ്റീവ് 2 ആണ്. ഇവിടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പറിൽ മാറ്റമുണ്ട്, നൈട്രജന്റെയും ഓക്സിഡേഷൻ നമ്പറിൽ മാറ്റമുണ്ട്. അതിനാൽ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. നമുക്ക് കാണാൻ പറ്റും ഒരു കോമ്പൗണ്ട് ഡിക്കമ്പോസ് ചെയ്ത് 2 കോമ്പൗണ്ടും ഒരു എലമെന്റ് ഫോം ചെയ്യുന്നു. അതിനാൽ ഈ റിയാക്ഷൻ ഒരു ഡിക്കമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഒരു കോമ്പൗണ്ട് ഡിക്കമ്പോസ് ചെയ്ത് ഒന്നിലേറെ സ്പീഷീസ് കിട്ടുന്നു, അവയിൽ ഒരെണ്ണം എലമെന്റൽ ഫോമിലാണ്. സോ ഇറ്റ് ഈസ് എ ഡിക്കമ്പോസിഷൻ റിയാക്ഷൻ. സെക്കൻഡ് വൺ, 2NO2 പ്ലസ് 2OH നെഗറ്റീവ് ഗീവ്സ് NO2 നെഗറ്റീവ് പ്ലസ് NO3 നെഗറ്റീവ് പ്ലസ് H2O. ഓക്സിഡേഷൻ നമ്പർ നെഗറ്റീവ് 2, therefore പോസിറ്റീവ് 4. O നെഗറ്റീവ് 2, H പോസിറ്റീവ് 1. ഓക്സിജൻ നെഗറ്റീവ് 2, therefore N പോസിറ്റീവ് 3. ഓക്സിജൻ നെഗറ്റീവ് 2, therefore N പോസിറ്റീവ് 5. H പോസിറ്റീവ് 1. ഇവിടെ ഓക്സിജൻ നെഗറ്റീവ് 2. ഇവിടെ നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ പോസിറ്റീവ് 4 ആയിരുന്നു, അത് പോസിറ്റീവ് 3 ആയി കുറഞ്ഞു, അഥവാ നൈട്രജന് റിഡക്ഷൻ സംഭവിച്ചു. അതേപോലെ പോസിറ്റീവ് 4 ആയിരുന്നു, അത് പോസിറ്റീവ് 5 ആയി ഇൻക്രീസ് ചെയ്തു, അതിന് ഓക്സിഡേഷൻ സംഭവിച്ചു. സോ സെയിം എലമെന്റ് അണ്ടർഗോസ് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. Therefore it is a disproportionation reaction. ഇതൊരു ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. തേർഡ് വൺ, N2 പ്ലസ് O2 ഗീവ്സ് 2NO. നൈട്രജൻ 0, ഓക്സിജൻ 0, ഓക്സിജൻ നെഗറ്റീവ് 2, ഇവിടെ പോസിറ്റീവ് 2. റിഡോക്സ് റിയാക്ഷൻ ആണ്. 2 എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഒരു കോമ്പൗണ്ട് കിട്ടുന്നു. സോ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ. ലാസ്റ്റ് വൺ, NaH പ്ലസ് H2O ഗീവ്സ് NaOH പ്ലസ് H2. Na പോസിറ്റീവ് 1. ഇത് മെറ്റൽ ഹൈഡ്രൈഡ് ആണ്, അതിനാൽ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നെഗറ്റീവ് 1. H പോസിറ്റീവ് 1, O നെഗറ്റീവ് 2, Na പോസിറ്റീവ് 1, O നെഗറ്റീവ് 2, H പോസിറ്റീവ് 1, H0. ഓക്സിഡേഷൻ നമ്പറിൽ മാറ്റമുണ്ട്. ഇവിടെ NaHലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അതിനാൽ ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്.